ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. ആദ്യമായിട്ട് നെയ്യപ്പം ഉണ്ടാക്കുന്നവർക്കും അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് വിജയിക്കാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാവുന്നതാണ്. എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ഏലക്കായ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ മൈദ, ഇത്രയും വേണം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് അരിച്ചെടുക്കാം. ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പച്ചരിക്ക് ഇത്രയും പാകമാണ്. പിന്നെ അരി അരിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അരി അരിച്ചെടുക്കാം. കൂടുതലാവരുത്, കാരണം ഇതിൻ്റെ മാവ് ലൂസാക്കി പോകും. അപ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പച്ചരി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ലൂസാക്കി എടുക്കരുത്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ഒന്നങ്ങ് അരച്ചെടുത്തിട്ട് ഇതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് തുറന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഏലക്കായ അതിനുള്ളത്തെ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ജീരകവും മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്കായൻ്റെ ഉള്ളത്തെ കുരു മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചു വെച്ചിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെയാണ് നെയ്യപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കൊന്നും വേണ്ട. ഇതൊരു 4 മണിക്കൂർ അടച്ചു വെച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഒന്നും കൂടി മാവ് ടൈറ്റ് ആവും. ആ ഒരു പരുവത്തിലാണ് നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. ഇനി തലേ ദിവസം നമ്മൾ അരിയൊക്കെ കുതിർത്തി അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ നെയ്യപ്പം ചുട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 4 മണിക്കൂറേ വെക്കുന്നുള്ളൂ. ശേഷം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് വറുത്തെടുത്താൽ മതി. അധികം മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 മണിക്കൂറിന് ശേഷം ഈ പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കാം. മാവിടെ ഒന്നുകൂടി ടൈറ്റായ രീതിയിലായിരിക്കും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കൊന്നും വേണ്ട. ഈ ഒരു പരുവം തന്നെയാണ് നെയ്യപ്പത്തിൻ്റെ മാവിന്. ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഇളക്കിയെടുക്കുക. നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ചൂടാക്കുക. ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ എണ്ണ ചൂടാവണം. എന്നിട്ട് ഇതിലേക്ക് മാവ് ഒന്ന് കലക്കിയിട്ട് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. കുറഞ്ഞ തീയിലിരുന്നിട്ട് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളു വേവാത്ത രീതിയിലായിരിക്കും. തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ടും നെയ്യപ്പം ചുട്ടെടുക്കാം.
നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നവരെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നെയ്യപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ട് വിജയിക്കാത്തവർക്കും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.